ഒരു ബ്ലൂ വെയിൽ, ഒരു നീലത്തിമിംഗലം 4 ടണ്ണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം. 4 ടണ്ണ് ഭക്ഷണം, 4000 കിലോ ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നതാണ്. ഏകദേശം ഹ്യൂമൻ സർവൈലൻസിൽ തന്നെ 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ വിട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല സമുദ്രങ്ങളിലായിട്ട് 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ ഹ്യൂമൻ സർവൈലൻസ് തന്നെ പെട്ടിട്ടുണ്ട്. നോക്ക്, ഒരു ദിവസം 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രം പോകണം. ആരാ കൊടുക്കുന്നത്? മനുഷ്യന്റെ ടെക്നോളജിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് പടച്ചോ കൊടുക്കാണ്? 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടില് പൂർണ്ണ വളർച്ചയെത്തിയൊരു മുതല, ആ മുതല ഒറ്റയടിക്ക് 23 കിലോ ഭക്ഷണം കഴിക്കും. 23 കിലോ മാംസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുതല ഒറ്റയടിക്ക് കഴിക്കും. എത്ര ലക്ഷക്കണക്കിന് മുതലകളുണ്ട്. ഈ മുതലകൾക്ക് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന ആരാണ്? ഈ മുതലകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? പൂർണ്ണ വളർച്ചെത്തിയ പാണ്ടുണ്ടല്ലോ, പാണ്ട നമ്മൾ കാണുന്ന ക്യൂട്ട് പാണ്ടുണ്ടല്ലോ, പുറത്തിങ്ങനെ വെള്ളയും കറുപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുള്ള ആ പൂർണ്ണ വളർച്ചെത്തിയ ഒരു പാണ്ട ഒറ്റയടിക്ക് 18 കിലോ ഭക്ഷണം കഴിക്കും ഒരു ദിവസം. 18 കിലോ ഭക്ഷണം. എത്ര ലക്ഷക്കണക്കിന് പാണ്ടകളുണ്ട്. ഇവറ്റകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവർ? അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആഫ്രിക്കൻ ആന ഒരു ദിവസം 136 കിലോ ഭക്ഷണം കഴിക്കുന്നു. 136 കിലോ. 4.5 ലക്ഷത്തോളം ആഫ്രിക്കൻ ആനകൾ മനുഷ്യന്റെ കണക്കിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഏകദേശം 61 കോടി കിലോ ഭക്ഷണം ആഫ്രിക്കൻ ആനക്ക് മാത്രം വേണം. ആരാ ഇത് നട്ട് നനച്ചുണ്ടാക്കുന്നത്? ആരാ ഇത് കൊടുക്കുന്നത്? മനുഷ്യൻ പോയിട്ട് വെള്ളം വെച്ചിട്ടാണോ ആഫ്രിക്കൻ ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നത്? നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയാൻ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യനവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത്? എന്നിട്ട് എപ്രകാരമാണ് ഭൂമിയിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഞാൻ ഉണ്ടാക്കിയത്? എന്നിട്ട് ഒരുപാട് ധാന്യങ്ങൾ, എത്ര ടൺ കണക്കിന്, ട്രില്യൺ കണക്കിന്, ബില്യൺ കണക്കിന് ചോറും അരിയുമാണ് മനുഷ്യൻ മാത്രം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നാമാണ് ആ ധാന്യത്തെ മുളപ്പിച്ചുണ്ടാക്കുന്നത്. പഴവർഗ്ഗങ്ങളും മുന്തിരികളും, ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ സൈത്തൂനുമെല്ലാം, ഇടതൂർന്ന തോട്ടങ്ങളും, പുൽമേടുകളും പഴവർഗ്ഗങ്ങളുമെല്ലാം എന്തിനു വേണ്ടിയാണത്? നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായി കൊണ്ട് ഇക്കണ്ട സാധന സാമഗ്രികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പുൽമേടുകളും മേച്ചിൽപ്പുറങ്ങളുമെല്ലാം ഉണ്ടാക്കുന്നവൻ, സംവിധാനിക്കുന്നവൻ, നൽകുന്നവൻ നാമാണ്. അള്ളാഹുവിന്റെ മാത്രം പ്രൊപ്രൈറ്റർഷിപ്പാണ്. അത് ഒരാൾക്കും കൈകടത്താൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മാത്രം ഒറ്റ ദിവസം മനുഷ്യൻ 19 മുതൽ 20 കോടി വരെയുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് ലോകത്ത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ ഫാമുകളൊന്നും ഈ കണക്കിൽ പെടൂല. അവരുടെ കണക്കിൽ, അവരുടെ സർവേയിൽ, അവരുടെ കണക്കിൽ വന്ന ഫാമുകളുടെ എണ്ണാണ് പറഞ്ഞത്. ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും. എത്ര? ഒറ്റ ദിവസം 19 കോടി മുതൽ 20 കോടി വരെയുള്ള ചിക്കന് മനുഷ്യൻ സ്ലോട്ടർ ചെയ്യുന്നുണ്ട്, അറുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഇന്ന് ഷവായില്ല. എന്താ കാരണം? ചിക്കൻ കിട്ടാനില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അൽഫാമില്ല, ചിക്കൻ കിട്ടാനില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഒരു മഞ്ഞമില്ല. ഒറ്റ ദിവസം 11,000-ഓളം പോത്തുകൾ ലോകത്ത് അറുക്കപ്പെടുന്നുണ്ടെന്നാണ് FAOയുടെ കണക്ക്. FAOയുടെ കണക്കിൽപ്പെട്ടത് 11,000 പോത്തുകളെ ഒറ്റ ദിവസം അറുക്കുന്നുണ്ട്. എന്നിട്ട് പോത്തിന് വല്ല ക്ഷാമമുണ്ടോ പ്രിയപ്പെട്ടവരെ? പോത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ടോ? 1900-ൽ 160 കോടിയാണ് മനുഷ്യന്റെ ജനസംഖ്യ. 1900-ൽ 1-ാം നൂറ്റാണ്ട് 2025-ൽ എത്തുമ്പോഴേക്ക് 800 കോടിയിലധികമായി മനുഷ്യന്റെ ജനസംഖ്യ. ഈ ജനസംഖ്യ ഇങ്ങനെ അടിച്ചു കൂടുമ്പോൾ ചില മണ്ടന്മാർ കൊണ്ട് പറഞ്ഞിരുന്നു, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ, ഇവിടെയുള്ള റിസോഴ്സൊക്കെ തീർന്നു പോവും, ഇവിടെയുള്ള ഫുഡൊക്കെ തീർന്നു പോവും, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, പോപ്പുലേഷൻ കൺട്രോൾ വേണം, ജനസംഖ്യാ നിയന്ത്രണം വേണം. പക്ഷേ 2025-ൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കറിയാം, പണ്ടൊക്കെ ഒരു ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ ഉസ്താദ്മാര് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരണം. എന്നിട്ട് അവർക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വല്ല ചെറിയ പീസോ ബാക്കിയൊക്കെ കിട്ടിയാലായി.
അല്ലെങ്കിൽ ഒരു മട്ടൻ കഴിക്കണമെങ്കിൽ, ഒരു ബീഫ് കഴിക്കണമെങ്കിലൊക്കെ വല്ല ആണ്ടിയും ചങ്കരാണ്ടിക്കൊക്കെയാണ് കഴിക്കുക. പക്ഷെ ഇന്ന് ബീഫും ചിക്കനും ഇല്ലാത്ത ദിവസമില്ല. എന്തെങ്കിലും കുറവുണ്ടോ? 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഹരിത വിപ്ലവത്തിലൂടെ കൃഷിയും അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റോക്കും എല്ലാം വല്ലാണ്ട് അങ്ങോട്ട് വർദ്ധിച്ചു. മനുഷ്യന് ആമാശയം മാത്രമല്ല പഠിച്ചും കൊടുത്തത്, അവന് തലച്ചോറും കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് ഗർഭപാത്രം മാത്രമല്ല അല്ല കൊടുത്തത്, തലച്ചോറും കൊടുത്തിട്ടുണ്ട്. ആ തലച്ചോറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർച്ചയും ഉയർച്ചയും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മതഅല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണം കഴിക്കാൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ മേലെയാണ് റിസ്ക്. ഒരു ജീവജാലം ഇവിടെ ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക്കിൻ്റെ ഉത്തരവാദിത്വം പടച്ചവൻ്റെ മേലെയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ റിസ്ക്കിന് നീ ഒരിക്കലും തടഞ്ഞു വെക്കില്ല റബ്ബേ. അള്ളാഹുവേ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി പട്ടിണി അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പട്ടിണി മാറ്റി കൊടുക്കണേ അല്ലാഹു. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക. 2, നമ്മുടെ വിശപ്പ് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പും പരിഗണിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ധൂർത്ത് നമ്മൾ ഒഴിവാക്കുക. ധൂർത്ത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധവും അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടുമാണ്. 3, ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക, അതിന് നന്ദി ചെയ്യുക, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളായി നമ്മെ ഏവരെയും മരണം വരെ നിലനിർത്തുമാറാകട്ടെ.